my beautiful people. How are you all doing? Today is a Sunday and we are actually going out. ലൈക്ക് അവിയുടെ ബർത്ത്ഡേ വരാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിസോർട്ടുണ്ട്, അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാൻ ഇരിക്കുകയാണ്. ഒന്ന് പോയി ഫൈനലൈസ് ചെയ്യാൻ നമ്മൾ ഇവിടെ അച്ഛൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തു വെച്ചു. എന്നാലും നമ്മളൊന്ന് പോയി ഒന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല അതുവരെ, ഞാനും അനീഷും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് നേരിട്ട് പോയി കണ്ട് ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അതാ ഞങ്ങളപ്പോൾ അങ്ങനെ റിസോർട്ട് എത്തിയിട്ടോ. ഇപ്പോൾ വീഡിയോ കാണുന്നവരിൽ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ജില്ല പാലക്കാടാണ്, പക്ഷേ ഇവരുടെ വീട് ശ്രീകൃഷ്ണപുരത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുമായിരുന്നു എവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ റിസോർട്ടിനെ പറ്റിയിട്ട് ഞങ്ങൾ കേട്ടത്. അപ്പം ഞങ്ങൾ അവിടെ പോയി നോക്കി. അത്യാവശ്യം ഈ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ഹെറിറ്റേജ് റിസോർട്ട് മാതിരിയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രോഗ്രാംസും ബർത്ത്ഡേ സെലിബ്രേഷൻസും ഒക്കെ ഓൾറെഡി നടത്താറുണ്ട്. ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിരുന്നു. സൂര്യമംഗലം റിസോർട്ട് എന്നാണ് കേട്ടോ ഇവരുടെ പ്രോപ്പർട്ടിയുടെ പേര്. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ചെറിയ റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി ഇതിന്റെ ഉള്ളിലാണ് റിനോവേഷൻ നടക്കുന്നത്. ഈ നാലുകെട്ട് പോലെയുള്ള ഈ സ്ഥലത്തൊക്കെ അവരെന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്യാൻ റൂംസും ഉണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന ഔട്ട്ഡോർ ഓപ്പൺ ഏരിയ. ഇവിടെയാണ് ഞങ്ങൾ ഫംഗ്ഷൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ടെന്റ് കെട്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഡെക്കറേഷൻ ഇവർക്ക് തന്നെ ടൈപ്പ് ഉള്ള ഒരു ടീം ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം അവരോട് സംസാരിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫുഡ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി. ഇതാണ് കേട്ടോ റിസോർട്ട്. ഞങ്ങളിപ്പോൾ അവരോട് സംസാരിക്കുകയായിരുന്നു. തലയൊക്കെ നനഞ്ഞു, കുറച്ച് മഴ നനഞ്ഞു. ഞങ്ങൾ അവരോട് സംസാരിക്കുകയായിരുന്നു എങ്ങനെയാണ് ചാർജസ്, എവിടെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുകയെന്ന്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഏരിയ ഉണ്ട് ഇവിടെ, ഒരു ലോൺ മാതിരി ഉണ്ട്. പിന്നെ അപ്പുറത്തും ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചില്ല, അങ്ങനെ 2 സ്ഥലം ഉള്ളത്. അപ്പോൾ ഏതാണ് സെറ്റ് ആവാമെന്നൊന്ന് നോക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. ഡെക്കറേഷൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ഇരുട്ടി, അപ്പോൾ നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ? അപ്പോൾ ഇവിടെ എന്തോ ഒരു കല്യാണം ഉണ്ട്. ഇവിടെയല്ല കല്യാണം, ഇവിടെ അടുത്ത് അവിടെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂമും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഹായ്, നല്ല ലൈറ്റ് കാരണം എൻ്റെ മുഖമൊക്കെ നല്ല ഇട്ടാ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലൈസ് ചെയ്ത് ഒരു തീമൊക്കെ ഞങ്ങൾ സെൻഡ് ചെയ്യാം, നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ അന്ന് കാണാം എങ്ങനെ ഇരിക്കുന്നു. ഗുഡ് മോർണിംഗ്. സോ ടുഡേ ഈസ് ജൂൺ 10th. അവ്യാനയുടെ ബർത്ത്ഡേ ആണ്. ഇപ്പം സമയം ഒരു 7 മണി കഴിഞ്ഞു. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഡെക്കറേഷൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഈവനിങ് ആണ് ഫങ്ഷൻ, ബട്ട് ചെറിയൊരു ഡെക്കറേഷൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ഒന്ന് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കിറ്റ് മേടിച്ചിരുന്നു. അപ്പം അതിൽ ഈ ഹാപ്പി ബർത്ത്ഡേ ലെറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവും, പിന്നെ കുറേ ബലൂൺ, പിന്നെ ബലൂൺസിൽ തന്നെ ലൈക്ക് മിക്കിയുടെ ഷേപ്പുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉള്ള ഒരു പാക്കേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്ന് നമ്മുടെ ഈ മേളിൽ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വേറെ അത്യാവശ്യം വലിയ ഡെക്കറേഷൻ ബാക്കി പരിപാടിയൊക്കെ ഈവനിങ് ഉണ്ടല്ലോ, അപ്പം എന്നാലും നമ്മളൊരു രസത്തിന് ചെയ്യുന്നു അത്രേ. അങ്ങനെ ബലൂണൊക്കെ ഞാൻ വിരിപ്പിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും അനീഷും വന്നു. ബാക്കി ഡെക്കറേഷന്റെ കാര്യങ്ങൾ, ഈ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ടൈ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതിന്റെ പണിയൊക്കെ അനീഷ് നോക്കാണ് കേട്ടോ. അതിങ്ങനെ ഒരു ഷേപ്പിലൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അനീഷ് ഇതൊക്കെ റെഡിയാക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ടാഗ്. ആക്ച്വലി നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചതായിരുന്നു. ബട്ട് ഈ ഒരു സാധനം നമ്മൾ മിസ്സായി. ഓരോ മന്തിലെ പിക്ചേഴ്സായിരുന്നു നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തില്ല. നമ്മൾ ഇതുവരെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാധനം വേസ്റ്റായി. ബട്ട് ബാക്കിയുള്ളത് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ ഡെക്കോർ. നമ്മളിവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ആൾ എണീറ്റിട്ടുണ്ട്. ഇപ്പം ആളിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവോ Duko. Avio. Baba. Avo. Avu. Ye dekho ye dekho. How come? Nothing. Pinne. Battery Hi, how view? How views? നമുക്ക് റെഡി പാർട്ടിക്ക് പോണ്ടേ? അപ്പോൾ ടൈം ഓൾമോസ്റ്റ് 3:30 ആയി. ഞങ്ങള് ഈവനിങ് പരിപാടിക്ക് വേണ്ടിയിട്ട് റെഡി ആവാണ്. അപ്പോൾ ഇവിടെ വീടിന്റെ അടുത്ത് A3 മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സലൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വിളിച്ചായിരുന്നു അവരെ മേക്കപ്പ് ആൻഡ് ഹെയറിന് വേണ്ടിയിട്ട്. This is how I look. ഹായ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിവിടെ എൻഡിൽ കേൾസ് മാത്രമാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഹെയർ ഓപ്പൺ ആയിരുന്നു എൻ്റെ പ്ലാൻ. ഇതാണ് എൻ്റെ ആക്സസറീസ്, ഇയറിങ്സ്. ഇനി എൻ്റെ ഷൂസിൽ കുറച്ച് തീരുമാനം ഉണ്ടാകാനുണ്ട്. ദാറ്റ്സ് ഓൾ. ഇനി അവ്യൂനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാൻ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് പോകണം. സോ പിന്നെ കാണാം. ഹലോ ഗായ്സ്, നമ്മളിതാ പോവുകയാണ് അവ്യൂന്റെ ബർത്ത്ഡേ പരിപാടിക്ക്. എവിടെ അവ്യൂ? അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ടൈം ലേറ്റായി. അപ്പോൾ ഞങ്ങളിനി കുറച്ച് ഇരുട്ടി. അപ്പോൾ നമ്മളിനി ആ ടൈം ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുവാണ്. മേക്കപ്പൊക്കെ കുറച്ച് ഇതായി തുടങ്ങിയെന്ന് സംശയം. അപ്പോൾ ഞങ്ങളിതാ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ വെട്ടാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അധികം ലൈറ്റൊന്നും അങ്ങനെ കിട്ടിയില്ല. പെട്ടെന്നാലും കുഴപ്പമില്ല. കുട്ടീനെ വെച്ച് അധികം നമുക്ക് എത്ര ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതാ ഇവിടെ ഇപ്പോൾ ചെറിയൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ വരാതിരുന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. എനിവേ ടെൻറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡെക്കറേഷൻ. Happy birthday to you.
ജയമാമ എന്താണ് ഇവന്റിനെ പറ്റി പറയാനുള്ളത്? പോഡ്കാസ്റ്റ് ഒന്നുമല്ല, എന്താണ് ഇവന്റിനെ പറ്റി പറയാനുള്ളത്? ഈ ഇവന്റ് നമുക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കി ഒരു 10,000 പേരെ വെച്ച് നടത്തായിരുന്നു. എന്നാ ആ ക്വസ്റ്റ്യൻ വേണ്ട. അബ്യുവിനോട് എന്താണ് പറയാനുള്ളത്? അബ്യുവിനോട് നമ്മളെപ്പോഴും സ്നേഹം മാത്രം. പിന്നെ അവളും ഞാനും ഒരേ നാളാണ്. Her Versar is Puyam and mine is also Puyam. So she will definitely reach more heights than me in future. That's why my belief. Okay. Any more questions? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഏതാ കൂടുതലൊന്നും പറയാനില്ല. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Food is satisfactory. We can give you 70% marks. More than that, you could not address. ഇവിടുത്തെ മൊത്തത്തിലെ വൈബൊക്കെ എങ്ങനെയുണ്ട്? My vibe is very good. It's good. 90+. 90+. എന്തായാലും പരിപാടി ഉഷാറായി. നല്ല അറ്റ്മോസ്ഫിയർ, വളരെ നല്ലൊരു ഹെറിറ്റേജ് ഹോം തന്നെയാണ് ഇത്. നല്ല നല്ല പ്രകൃതി, വളരെ നല്ല പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലം. അവിടെ വെച്ചിട്ട് ഇങ്ങനെ പരിപാടി നടത്താൻ തോന്നിയ ആ ഭാവന അതിനെ സംബന്ധിച്ച ഒരു എല്ലാം ഭംഗിയായിരുന്നു. നല്ല ഫുഡ് എല്ലാം ഗംഭീരായി. അമ്മായിണ്ട്, വല്യമ്മയുണ്ട്, അമ്മായിണ്ട്. അപ്പൊ ബാലമ്മ വ്ളോഗിൽ കാണാം. ഓക്കെ ഓക്കെ. എന്താ കഴിക്കണ? പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. അച്ഛൻ എന്താ കഴിക്കണ? അച്ഛനും എന്താ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. അമ്മ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, സാലഡ്. എങ്ങനെയുണ്ട് ഫുഡ്? എന്താ കഴിക്കുന്നത്? ചിക്കൻ ഫ്രൈ ആണ് ശരിക്കും. എന്തെങ്കിലും എന്റെ യൂട്യൂബ് വീഡിയോയിൽ പറയാനുണ്ടോ ആർക്കെങ്കിലും? സൂപ്പറായിരുന്നു. ശരി. അമ്മ അവരുടെ പറഞ്ഞാൽ നന്നായി, ഫുഡെല്ലാം നന്നായി. ഹലോ, എത്രയുള്ളൂ അനീഷ്? ഹലോ, അപ്പം ഞങ്ങൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. നമ്മളാണ് ഇനി ലാസ്റ്റ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ ഫുഡും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അവി ഉറങ്ങി. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാളെ ഇറങ്ങാനൊരു പ്ലാനിലാണല്ലോ ബാംഗ്ലൂർക്ക്. അപ്പോൾ വിൽ ട്രൈ നാളെ ഇറങ്ങാൻ പറ്റുമോ? മോസ്റ്റ്ലി നാളെ ഇറങ്ങുന്നുണ്ടാവും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേ ബി പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട് ഫോർ ഡേ ആഫ്റ്റർ. അത്രയൊക്കെ ഉള്ളൂ. അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയതും മഴയിൽ അവസാനിച്ചതും മഴയിലാണ്. അപ്പോൾ അവ്യൂൻ്റെ സെലിബ്രേഷൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കോമെൻറ്റ്, ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇനി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങട്ടെ.